ദാ ഈ കാണുന്ന ചെടിയില്ലേ, ഇന്നലെ ഇതെല്ലാം ദാ ഈ അവസ്ഥയിലായിരുന്നു കേട്ടോ. ഞാൻ വലിയ കാര്യത്തിനെല്ലാം ഇപ്പം ശരിയാക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാ. അവസാനം എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോൾ ഞാനൊരു ഗതിയായി. എനിക്കിന്ന് കുറച്ചധികം ഫ്രീ ടൈം കിട്ടി. അപ്പം അതിൻ്റെ ആ ഒരു ഇതിലാട്ടോ ഞാൻ ഈ പരിപാടിക്കെല്ലാം ഇറങ്ങിയത്. ഞാൻ നിൽക്കുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് വലിയൊരു ബൊഗെയിൻവില്ല മരമുണ്ട്. അപ്പം അതിന് ചുറ്റും നല്ല ഷെയ്ഡാട്ടോ. അതിൻ്റെ നേരെ താഴെയാണ് ഞാൻ ഈ ചെടികളെല്ലാം കൊണ്ടുവച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് വീഴുന്ന ഇലകളെല്ലാം നേരെ എൻ്റെ ചെടിയിലോട്ടാട്ടോ വീഴുന്നത്. അതുകൊണ്ട് തന്നെ 1-2 ദിവസം കൂടുമ്പോൾ അതിൻ്റെ ഇടയിൽ കിടക്കുന്ന ഇലയെല്ലാം ഇങ്ങനെ എടുത്ത് കളയണം കേട്ടോ. അല്ലെങ്കിൽ അതവിടെ കിടന്ന് ചീഞ്ഞിട്ട് ബാക്കിയുള്ള ആ ചെടികൾക്കും കൂടെ പ്രശ്നമാവും. ഇതൊക്കെ എൻ്റെ സ്ഥിരമുള്ള പണികളിൽ ഒന്നാട്ടോ. ഒരു ദിവസം ഒരു ചെടീനെ എടുത്ത് ഇവിടെ വയ്ക്കും, അതേ ചെടി പിറ്റേ ദിവസം എടുത്ത് വേറെ എവിടെയെങ്കിലും വയ്ക്കും. എൻ്റെ അമ്മ ഇത് ഇടയ്ക്കിടയ്ക്ക് കാണുന്നതുകൊണ്ട് പറയും, ഇന്നത്തേക്കുള്ളത് തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ മനസ്സിൽ പെട്ടെന്ന് തോന്നും കേട്ടോ, ഈ ചെടി ഇവിടെ ഇരുന്നാൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും എന്ന്. അങ്ങനെയാണ് ഞാനിങ്ങനെ ഓരോന്നിനെ ഡെയിലി ഇങ്ങനെ എടുത്ത് മാറ്റുന്നത്. അമ്മായി മലയ്ക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ ദാ ഈ ചെടികളൊന്നും ഇതേ രീതിയിലല്ല കേട്ടോ ഇരുന്നത്. അമ്മായി വന്നുടനെ ചോദിക്കും കേട്ടോ, നിനക്ക് പിന്നെയും അസുഖം തുടങ്ങിയല്ലേ എന്ന്. ഇന്നലെ ഇട്ട വീഡിയോയിൽ ഞാനൊരു പച്ചയല്ല ഒരു തവളയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഒരു ചട്ടിക്കകത്ത് ഇങ്ങനെ ചപ്പിയിരിക്കണതാ. ആള് രാത്രിയായപ്പോൾ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. ഇര പിടിക്കാൻ പോകുന്നതാണെന്ന് തോന്നുന്നു. ദാ എന്ത് ഭംഗിയല്ലേ, കാണുന്നല്ലേ ക്യൂട്ട് തവള. ലിയോ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ലിയോ തവളയെ കണ്ടിട്ടില്ല കേട്ടോ. തവളയെങ്ങാനും കണ്ട എപ്പോൾ ഓടിയെന്ന് ചോദിച്ചാൽ മതി. ഞാൻ ഇതിൻ്റെ ഇപ്പോൾ ഒരു എടുത്തുചാട്ടം പ്രതീക്ഷിക്കുന്നുണ്ട്, പക്ഷെ ആള് ചാടുന്നില്ല കേട്ടോ. ഞാൻ എന്തോന്നായി കാണിക്കണമെന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കി നിൽക്കുക. തിരിച്ചു വന്ന് കസേര ഇരിക്കാമെന്ന് പറഞ്ഞ് നോക്കിയത് ദാ ഇവിടെ ഒരു തവളക്കുട്ടി കയറിയിരിക്കുന്നു. ആ മുഖത്തോട്ടൊന്ന് നോക്കി, എന്താ ഒരു നിഷ്കളങ്കത. നിഷ്കളങ്കത, പക്ഷെ സ്വഭാവം വെറും കൂറ. ലിയോ അവിടെ കിടന്ന് ചാടുന്ന കണ്ടിട്ട് വന്ന് നോക്കിയതാട്ടോ. സംഭവം ഇവള് തവളയുടെ പിറകെ നടക്കുന്നതാ. പണ്ട് ഇതിൻ്റെ ഒരു 1/4 വലിപ്പമില്ലാത്ത തവളയെ കണ്ട് വീട്ടിനകത്ത് കയറിയിരുന്ന മുതലാട്ടോ ഇപ്പോൾ ഈ തുള്ളിച്ചാടി പോകുന്നത്. ഇപ്പോൾ അവൾക്ക് എന്തായാലും കുറച്ചുകൂടെ ധൈര്യം കൂടി കാണാൻ ഞാനും കൂടെ വന്നല്ലോ.